ബി.ജെ.പി നേതാവ് നാഗേഷ് കൂടി ചെയ്തിട്ടുണ്ട്. ശ്രീ നാഗേഷ്, തൃശ്ശൂർ പൂരത്തെ ഏറ്റവും അടുത്തറിയുന്ന ആളുകളിൽ ഒരാളാണ് താങ്കൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂരത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്ന സമയം മുതൽ പോലീസ് അവിടെ നടത്തുന്ന ഇടപെടലുകളൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത പലപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം ജനഡേവ് ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും. ശ്രീരാമൻ്റെ ചിത്രങ്ങളടങ്ങുന്ന കുടയുമായി അകത്തേക്ക് കയറാൻ ശ്രമിച്ച ഭാരവാഹികളെ, പൂര നടത്തിപ്പുകാരെ പോലീസ് തടയുകയാണ്. അവർക്കൊപ്പം എത്തിയ ആനയ്ക്ക് തീറ്റയുമായി എത്തിയ, പനമ്പട്ടയുമായി എത്തിയ ആനക്കാരോട് ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന ആക്രോശം, അത് ഭാരവാഹികളോട് പറയാൻ സാധിക്കാത്ത ആക്രോശം ആനപ്പാപ്പന്മാരോട് കാണിക്കുന്നു. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശരീരഭാഷയിലും ഉപയോഗിക്കുന്ന വാക്കുകളിലുമൊക്കെ വല്ലാത്തൊരു അസഹിഷ്ണുത കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീ നാഗേഷ്, 100% കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ അടുത്ത കാലത്തായി തൃശ്ശൂർ പൂരത്തിൽ വ്യാപകമായി പോലീസ് ഇടപെട്ടുകൊണ്ട് അലങ്കോലമാക്കാൻ പരിശ്രമിക്കാറുണ്ട്. പഴയ വിവാദ വിഷയങ്ങൾ വരുന്ന സമയത്ത്, കൊടയുടെ കാര്യത്തിലും മറ്റൊക്കെ വരുന്ന സമയത്ത് അവിടുത്തെ പൂരപ്രേമികൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് എല്ലാത്തിൽ നിന്നും പിന്മാറാറ് പതിവ്. ഇത്തവണ പോലീസ് മനഃപൂർവ്വം യാതൊരു തരത്തിലുള്ള പ്രകോപനം ഇല്ലാതെ വെറും ആനയും ചെണ്ടക്കാരുമായി മാത്രം പൂരം പോകണം എന്നുള്ള രീതിയിലുള്ള നിലപാടെടുത്ത് മനഃപൂർവ്വം അവിടുത്തെ ആളുകൾക്ക് ലാത്തി ചാർജ്, ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഏറ്റവും അലങ്കോലമായിട്ടുള്ള പരിപാടിയാണ് അവിടുത്തെ ആ കൊടയുടെ. അതൊക്കെ തന്നെ ദേവസ്വത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു പുറം ശക്തികൾക്കും ബാക്കി ശക്തികൾക്കും ബന്ധമില്ലാത്തതാണ്. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാം. ഹലോ, കേൾക്കാം ശ്രീ നാഗേഷ്, പറഞ്ഞോളൂ. ഒരു ഭാഗ്യശക്തികൾക്കും ബന്ധമില്ലാത്ത മേഖലയിൽ പോലീസ് മനഃപൂർവ്വം നേരത്തെ പറഞ്ഞ പൂരം അലങ്കോലമാക്കുക, പൂരത്തിന് നേരത്തെ പറഞ്ഞ ആനയും മേളക്കാരും മാത്രം മതി എന്ന രീതിയിൽ നാട്ടുകാരെ എല്ലാ മേഖലയിലും പ്രകോപനം ഉണ്ടാക്കുക, ഈ പൂരം കലക്കുക എന്ന ഗൂഢ ഉദ്ദേശമുള്ള ആളുകൾ, ആ ഉദ്യോഗസ്ഥന്മാര്, അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാര് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്.